നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാടിനുള്ള ദുരിതാശ്വാസ സഹായം കേന്ദ്രം നൽകാത്തതിൽ രാഷ്ട്രീയമോ? കേന്ദ്ര സഹായം കിട്ടിയില്ലെങ്കിലും പുനരധിവാസം നടക്കുമെന്ന് കേരളം പറയുന്നത് വെല്ലുവിളിയോ? സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലുള്ള തുക എത്രയെന്ന് പോലും കൃത്യമായി പറയാൻ സംസ്ഥാനത്തിന് ഹൈക്കോടതിയിൽ കഴിയാത്തത് എന്തുകൊണ്ട്? കേന്ദ്രത്തിന് കൃത്യമായ കണക്ക് കൊടുത്താലേ പണം കിട്ടൂ എന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിമർശനമേൽക്കേണ്ട കാര്യമുണ്ടായിരുന്നു. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് സംസ്ഥാന സർക്കാർ വീഴ്ച മറയ്ക്കുകയാണോ? വയനാടിനായി അധിക സഹായം കേന്ദ്രം നൽകിയിട്ടില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ അതിന് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രിയങ്ക ഗാന്ധിയെ അറിയിച്ചത് നവംബർ 13-നാണ് കണക്കുകൾ സഹിതം കേരളം വിശദമായ റിപ്പോർട്ട് നൽകിയതെന്നാണ്. ഓഗസ്റ്റ് മുതൽ നിവേദനം നൽകിയെന്ന് കേരളവും പറയുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ചക്കളത്തിപ്പോരിൽ വയനാട് പുനരധിവാസം താളം തെറ്റുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വീഴ്ച മറയ്ക്കാൻ കള്ളം പറയുന്നത് കേന്ദ്രമോ കേരളമോ? പ്രൈം ഡിബേറ്റിൽ CPM നേതാവും മുൻ MP-യുമായ ശ്രീ എ സമ്പത്ത്, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ് ശ്രീ ഷംസാദ് മരക്കാർ, BJPക്ക് പ്രതിനിധീകരിച്ച് ശ്രീ ശങ്കുറ്റി ദാസ്, സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഷംസാദ് മരക്കാർ, ഇപ്പോൾ വയനാടിനായിട്ട് ഈ ദുരന്ത നിവാരണത്തിന് പ്രത്യേക പാക്കേജ് നൽകിയിട്ടില്ല എന്നത് വാസ്തവമാണ്. അധിക തുകയും അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒരു വിമർശനം ഏൽക്കേണ്ടി വന്നുവല്ലോ. അത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട്, അതിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാർ വയ്ക്കാത്തതിലുള്ള ഒരു അമർഷമാണ് കോടതിയിൽ നിന്നുണ്ടായത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് പോലും, അതിൻ്റെ കണക്ക് പോലും അറിയാത്ത സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുക എന്നുള്ള ചോദ്യമാണ് വന്നത് ഹൈക്കോടതിയിൽ നിന്ന്. ഇത് ശരിയായ ഒരു കാര്യം തന്നെയാണോ? സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ഇത്തരം കണക്ക് സൂക്ഷിക്കാത്തത് വയനാട് ദുരിതാശ്വാസത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതിനകത്ത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പാക്കേജിന് കേന്ദ്ര സർക്കാർ ആവശ്യമുള്ള തുക, അതായത് 2219 കോടിയോളം രൂപ ആവശ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും അത് അനുവദിക്കപ്പെടണം എന്നുള്ളത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യായമായും സർക്കാരിനോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഏതൊരാൾക്കും ആ ഒരു പാക്കേജ് കിട്ടുക എന്നുള്ളത് അത്യാവശ്യവുമാണ് വയനാടിന്റെ പുനരധിവാസത്തിന്റെ ഭാഗമായി. അതിനുവേണ്ടി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും MP-മാരടക്കം കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമിത്ഷായെ കാണുന്നു, നിവേദനങ്ങൾ കൊടുക്കുന്നു. സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കുന്നു. പ്രാദേശിക തലത്തിൽ പോലും പഞ്ചായത്തുകളും ബ്ലോക്കുകളും എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നും ധനസഹായം വേണമെന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷെ ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായ കാര്യം, ഹൈക്കോടതി ഈ കേസ് എല്ലാ വെള്ളിയാഴ്ചകളിലും പരിഗണിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തപ്പെടുകയും ചെയ്യുന്നത് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതൊരു വീഴ്ചയാണ്. കാരണം കേന്ദ്ര സർക്കാർ തുക തന്നില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല പാക്കേജിന് പണം അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഹൈക്കോടതിക്കും ബോധ്യമുള്ളതാണ്. കാരണം പണം അനുവദിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. അത് വേണം എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. പക്ഷേ STRF-ൽ ഇത്രയും തുകയുണ്ട്, 617 കോടിയോളം രൂപ STRF-ൽ ഉണ്ട്, അതെടുത്ത് ചെലവ് ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം പൊളിറ്റിക്കലി ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായ ആ ചോദ്യം BJP കുറെ കാലങ്ങളായി വയനാട്ടിലും കേരളത്തിലുമൊക്കെ STRF-ൽ നിന്നും തുക ഉപയോഗിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാക്കേജിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ നമ്മളൊരു പാക്കേജ് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ STRF-ൽ നിന്നും നമ്മൾ എത്ര തുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവാസത്തിന് വേണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും, CMDRF-ൽ നിന്ന് ഏകദേശം 600 കോടി രൂപയോളം CMDRF-ൽ നമ്മുടെ കൈവശമുണ്ട്. ഇത് രണ്ടിൽ നിന്നും എത്രയാണ് നമ്മൾ എടുക്കുന്നത്, ബാക്കി എത്ര തുകയാണ് നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ളത് ഒരു കോടതി ചോദിച്ചപ്പോൾ പോലും അത് വ്യക്തമായൊരു മറുപടി അവിടെ കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പൊ STRF നോംസ് പ്രകാരം എല്ലാം ശാശ്വതമാകുമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിന് അപ്പുറമുള്ള തുകയാണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്നും പാക്കേജായി ആവശ്യപ്പെട്ടത്. പക്ഷെ STRF-ൽ നിന്ന് നമുക്ക് എല്ലാ തുക എടുക്കാനും കഴിയില്ല. കാരണം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അതിൽ തന്നെ ശ്രീ ഷംസാദ് മരക്കാർ, മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, ഈ SDRF-ലേക്കുള്ള കേന്ദ്ര വിഹിതവും ഉണ്ടല്ലോ. അത് കൃത്യമായിട്ട് ഈ ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം കിട്ടുന്നതാണ്. അത് പ്രത്യേകമായി കേന്ദ്രം നൽകുന്ന തുകയല്ല. അതിൽ പോലും സംസ്ഥാന സർക്കാർ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം ഈ രണ്ടാമത് അനുവദിച്ച 153 കോടി രൂപയില്ലേ, അത് കേരളത്തിന് വിനിയോഗിക്കാൻ കഴിയില്ല. അത് കേരളത്തിന്റെ SDRF ഫണ്ടിലേക്ക് വരികയുമില്ല.
അപ്പോൾ ഈ വയനാട് ദുരിതാശ്വാസത്തെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് പോലും അനുകൂലിക്കുന്നത് പ്രത്യേകമായ പാക്കേജ് വേണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അധിക സഹായം വേണം എന്നുള്ളതാണ്. 2200 കോടിയില്ലേ, അത്രയുമാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനം. അതിനൊപ്പം തന്നെ കോൺഗ്രസ് നിൽക്കുകയുമുണ്ട്. പക്ഷേ ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിനെ ഇതുമായി കൂട്ടിക്കെട്ടുന്നതിൽ അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് ആ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്, ഹൈക്കോടതി ഉന്നയിക്കുന്നത് പോലെ? നമ്മൾ ഇതിനകത്ത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പാക്കേജിന് വേണ്ടി ഈ കേന്ദ്ര സർക്കാർ പണം നൽകണം എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് മഞ്ജുഷ അഭിപ്രായ വ്യത്യാസം? ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? കാരണം ഈ വിഷയം ലോക്സഭയിൽ ആദ്യം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പ്രതിപക്ഷം പൂർണ്ണമായി പിന്തുണ നൽകുന്നു. ഇവിടെയുള്ള എല്ലാവരും ഇതിനകത്ത് പിന്തുണ നൽകുന്നു. എല്ലാ തരത്തിലും ഇന്നുള്ള പിന്തുണ ഇതിനകത്തുണ്ട്, അതിനകത്ത് തർക്കമില്ല. പക്ഷെ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യത്തിൽ SDRFിലെ തുകയും CMDRFിലെ തുകയും അത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മളൊരു മറുപടി കൊടുക്കണ്ടേ? അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. ആ മറുപടി ഇപ്പൊ CMDRFിൽ നമ്മളടുത്ത് പണമുണ്ട് ഇല്ലേ? ആ പണം എത്ര തുകയുണ്ട്, അത് നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ധാരണ സർക്കാരിന് ഉണ്ടാവണം. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ എ സമ്പത്ത്, സർക്കാരിന് ഉണ്ടാവേണ്ടതല്ലേ അത്? കാരണം ഹൈക്കോടതിയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട കേസാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് കേന്ദ്രത്തെയാണ് ഒരു വശത്ത് നിർത്തിയിരിക്കുന്നത്. കേന്ദ്രം സഹായം നൽകുന്നില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേക പാക്കേജ് വന്നിട്ടുമില്ല. നവംബർ 13-നാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകിയതെന്ന് അമിത്ഷാ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്നുള്ള അതാണല്ലോ വേണ്ടത്, അതാണല്ലോ കേന്ദ്രത്തിന് വേണ്ടത്. അത് പ്രകാരം കേന്ദ്ര സംഘം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തുള്ള സഹായം നൽകുമെന്ന് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ ദിവസം. പ്രിയങ്ക ഗാന്ധി അറിയിച്ചു, MPമാരുടെ സംഘത്തെ അറിയിച്ചു. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടും അതുപോലെ തന്നെ CMDRFും ഇത് ഏത് രീതിയിൽ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു? അത് മാത്രമല്ല, ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര തുകയുണ്ട് എന്നുള്ള കാര്യം പോലും ഇന്ന് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ ഫിനാൻസ് ഓഫീസർ കഴിഞ്ഞില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസർ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്ര ലാഘവത്തോടെയാണ് കേരളം ഇത് കൈകാര്യം ചെയ്യുന്നത്? ശ്രീ സമ്പത്ത്, ഇത് മോശം ഇമേജ് കോടതിയിൽ ഉണ്ടാക്കുവാനല്ലേ സഹായിക്കുകയുള്ളൂ? ഇതുവരെ കോടതിയുടെ ചോദ്യങ്ങൾ മിക്കവാറും സംസ്ഥാന സർക്കാരിന് അനുകൂലമായിരുന്നു. ഇന്നാണ് മറിച്ചു വന്നത്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ ചോദിച്ചിട്ടുള്ളത് 5 ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് 2024 ആണ്ട് ജൂലൈ മാസം 29-ാം തീയതി SDRFിൽ എത്ര തുകയാണ് നീക്കിയിരിപ്പുള്ളത് എന്നുള്ളതാണ്. SDRFിൽ എത്ര തുക നീക്കിയിരിപ്പുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതിൽ മഞ്ജുഷ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 12-ാം തീയതി അല്ലേ, അടുത്ത കേസ് വെച്ചിരിക്കുന്നത് 12-ാം തീയതിയിലേക്ക് കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 12-ാം തീയതി തന്നെ ഗവൺമെൻറ് ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളത് കൃത്യമായി അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതെല്ലാം ഇതിൻ്റേതായ സ്റ്റേറ്റ്മെൻറ്റ് നൽകുക തന്നെ ചെയ്യും. ഫിനാൻസ് ഓഫീസറെ ഇന്ന് വിളിപ്പിച്ചു, പറഞ്ഞത് ഇത്തരം കാര്യം. അത് കോടതി ആ കാര്യത്തിൽ സോമോട്ടോ എടുക്കുന്ന കാര്യങ്ങളും അതിൽ കാട്ടുന്നതായിട്ടുള്ള ഗൗരവവും എല്ലാം ഞാൻ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഞാൻ അക്കാര്യത്തിൽ ആ ഒരു ഗൗരവത്തെ ഞാൻ ആദരവോടെ കാണുകയാണ്. നമ്മുടെ കോടതി ജുഡീഷ്യറി അത്തരം കാര്യത്തിൽ ചെയ്യുന്നത്. ഇവിടെ ഈ ഫൈനാൻസ് കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് NDRFിൽ നിന്ന് SDRFിലേക്ക് പണം വരുന്നത്. നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, SDRF എന്നുള്ളത് ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ അതിനുവേണ്ടി കൊടുക്കുന്നതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു തുകയോ അതിൻ്റെ ഗഡുവോ അങ്ങനെയുള്ളതല്ല. അത് ധനകാര്യ കമ്മീഷൻ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ ഭരണഘടനാപരമായ അവകാശം, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി അങ്ങനെ നൽകുന്നതാണ്. അതെല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ നൽകുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതുപോലെ, അപ്പുറത്ത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ചുഴലിക്കാറ്റിൽ ഉണ്ടായിട്ടുള്ളതുപോലെ തന്നെ അതുപോലെ സിക്കിമിലും ഇവിടെ ഈ ജോഷിമഠിൽ നേരത്തെ അവിടെ ഉണ്ടായതുപോലെ, നമ്മുടെ ഹിമാചൽ പ്രദേശിലൊക്കെ ഉണ്ടായതുപോലെ, ഉത്തരാഖണ്ഡിൽ ഉണ്ടായതുപോലെ അങ്ങനെ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യം, മുമ്പ് കച്ചിൽ ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം പോലെ ഇങ്ങനെ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് ഇതൊരു പ്രത്യേക പാക്കേജായി അത്തരം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയോ ഈ കാര്യത്തിൽ അതിതീവ്ര ദുരന്തമായി L3യിലേക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് അഭ്യർത്ഥന നടത്തുന്നത്. സംസ്ഥാന ഹൈക്കോടതി ചോദിച്ചുള്ള മറ്റൊരു കാര്യം, നമ്മൾ സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുകയുടെ കമ്മിറ്റ്മെൻറ്റ് SDRFിൽ ഉണ്ട് എന്നുള്ളത്. വയനാടിനായി എത്ര തുക കൊടുത്തു, വയനാടിന് ഇനി എത്ര തുക കൂടി നൽകാനായി കഴിയും മുതലായ കാര്യങ്ങൾ, പുനരധിവാസത്തിനായി ഇനി എത്ര തുക വേണ്ടിവരും എന്നുള്ള കാര്യം, ഈ 5 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, ആദ്യം മനസ്സിലാക്കാനുള്ളത് SDRF വയനാടിന് വേണ്ടി മാത്രമുള്ളതല്ല.
അത് വയനാടിനായും ചെലവഴിക്കാം. വയനാടിനായും ചെലവഴിക്കാം. അതിപ്പോൾ വയനാടിന് വേണ്ടി മാത്രമല്ല, വയനാടിന് വേണ്ടി മാത്രമല്ല. നമ്മളിവിടെ ഇരിക്കുന്ന ന്യൂസ് 18 ഞാനിവിടെ കഴക്കൂട്ടത്ത് തിരുവനന്തപുരത്ത് സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാതിരിക്കട്ടെ, അത് മറ്റൊരു കാര്യം. അത് SDRF-ൽ നിന്നാണ് അപ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയി അത്തരം ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചെലവഴിക്കുന്നത്. ഇത് നമ്മുടെ ഈ നമ്മുടെ സൈന്യം അത്തരത്തിലൊരു സ്റ്റാൻഡിങ് ആർമിയായി നമ്മൾ നിലനിർത്തുന്നതും അതിൻ്റെ പോസ്റ്റുകളിൽ അതിൻ്റെ കണ്ടോൺമെൻറ്റുകൾ നിർത്തിയിട്ടുള്ളത് അത്തരത്തിൽ ജാഗ്രതയോടുകൂടി വളരെ പെട്ടെന്ന് ഇടപെടുന്നതിന് വേണ്ടി. അതിന് ഇന്ത്യ ഗവൺമെൻറ്റിനെ കാത്തിരിക്കലല്ല SDRF-ൻ്റെതായിട്ടുള്ളത്. അതിലിപ്പോൾ അല്ല, ഈ കോൺഗ്രസിനും അതിൽ എതിരഭിപ്രായമില്ല. ഷംസാദ് മരിക്ക പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ്. ഇതിലൊഴിച്ച് നിങ്ങൾക്ക് ഈ SDRF-ൽ നിന്ന് എത്ര തുക ചെലവഴിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു രൂപരേഖ ഇല്ലേ എന്നുള്ളതാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അത് വാസ്തവമാണല്ലോ. അത് തന്നെയാണല്ലോ ഇന്ന് ഹൈക്കോടതിയും ചോദിച്ചത്. ഈ 677 കോടി രൂപ ഇപ്പോഴും ദുരന്ത നിവാരണ ഫണ്ടിലുണ്ടെന്ന് പറയുന്നു. അതിലൊരു ചോദ്യം കൂടി ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്, ഇത് പാസ്ബുക്കിൽ മാത്രമാണോ ഉള്ളത്, അക്കൗണ്ടിൽ ഇല്ലേ എന്ന്. അല്ല, അത് കോടതിയിൽ ഇപ്പോൾ 12-ാം തീയതി ഇതിനെ സംബന്ധിച്ച് പറയുമല്ലോ. ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇവിടെ ഒരു റെസ്ക്യൂ ആദ്യം നടത്തിയാൽ റിലീഫ് അടുത്ത് തുടർന്ന് വരേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുള്ള റീഹാബിലിറ്റേഷൻ, അതിലാണ് റീകൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളുമെല്ലാം വരുന്നത്. ഇതിങ്ങനൊരു തുടർ പ്രക്രിയയാണ്. ഈ മനുഷ്യനെ രക്ഷിക്കുക, കൊണ്ടുപോവുക, അത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ മഞ്ജുഷേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ സഹോദരീ സഹോദരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ വ്യോമസേനയുടെയും ഇന്ത്യയുടെ കരസേനയുടെയും ഓഫീസർമാരും ജവാന്മാരുമെല്ലാം നടത്തിയിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിന് ഇന്ത്യ ഗവൺമെൻറ് ഈ കൊച്ചു കേരള സംസ്ഥാനത്തിൻ്റെ SDRF-ൽ നിന്ന് പണം ചോദിക്കുകയാണ്. ഷൈലോക്കിന് ഇതിനേക്കാൾ കൂടുതൽ മാന്യതയും കാരുണ്യവും കഴിച്ച നെല്ലരിക്ക് അവിടെ ഈ പറയുന്ന അത്തരത്തിൽ എല്ലാം നഷ്ടപ്പെട്ട, ഞാൻ ആര് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത നിലയിലേക്കും ഇന്ന് 3 മക്കൾ നഷ്ടപ്പെട്ടു പോയ രക്ഷകർത്താക്കൾ അവർ ആ കുട്ടികളുടെ കുഴിമാടത്തിൽ ഈ അവരുടെ സ്മരണയ്ക്ക് ചോക്ലേറ്റുകൾ കൊണ്ടുവന്ന് വെച്ചത്. ഇത്തരം കാര്യത്തിൽ മനുഷ്യത്വം എന്നുള്ളത് മനുഷ്യത്വപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ കണ്ടുകൊണ്ട് കാണുന്ന നിലയിലേക്കൊക്കെ വന്നാൽ ഇത്തരത്തിൽ BJP-യുടെ അത്തരത്തിൽ നേതാക്കൾ പറഞ്ഞാൽ, അത് ആര് പറഞ്ഞിരുന്നാലും ജീവിക്കുന്ന ശവങ്ങളെപ്പോലെ മാറുന്നുവെങ്കിൽ അവരോട് കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ. പ്രത്യേക പാക്കേജ് ഇതുവരെ തന്നിട്ടില്ല, അതുപോലെ തന്നെ അധിക സഹായം നൽകിയിട്ടില്ല. ഇതുവരെ സഹായം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കാണ്. അതെന്ന് പറയുന്നത് ഔദാര്യമല്ല, അത് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം നൽകുന്നതാണ്. അത് കിട്ടിയിട്ടുമുണ്ട്. അത് കിട്ടുന്നതിൽ തന്നെ ചില മാനദണ്ഡങ്ങൾ പ്രകാരം ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ എത്രയാണോ നീക്കിയിരിപ്പുള്ളത് അതിന്റെ 50% കിഴിച്ചുള്ള തുകയാണല്ലോ. അപ്പോൾ അവസാനം അനുവദിച്ച തുക കിട്ടിയിട്ടുമില്ല. അത് ആ മാനദണ്ഡം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കിട്ടിയിട്ടുമില്ല. ഒരു കാര്യം ശരിയാണ്, ദുരന്ത നിവാരണ ഫണ്ടിൽ കൃത്യമായി ഓഡിറ്റിംഗ് ഇല്ല. അക്കാര്യം ഇന്ന് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കേന്ദ്രം സഹായം നൽകാത്തതിന് ന്യായീകരണമല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഈ വിഷയത്തിലെ നറേറ്റീവ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ കൗതുകത്തോടുകൂടി കാണുമായിരുന്നു. 3 പേരെ സംസാരിക്കുമ്പോൾ ഓരോ വട്ടവും ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പ്രത്യേക സഹായം തന്നിട്ടില്ല, കേന്ദ്ര സർക്കാർ വയനാട്ടിന് വേണ്ടി പാക്കേജ് അനുവദിച്ചിട്ടില്ല, കേന്ദ്രം അതിന്റെ നിയാമകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആ പോയിന്റ് സ്ട്രെസ് ചെയ്തുകൊണ്ട് ഇന്ന് കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഒരു വാദമുഖം നിർത്തുന്നത്? ഇന്ന് എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം തീരെ പ്രിപ്പയർഡ് അല്ലാണ്ട് കോടതിയിൽ വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയേണ്ട വരികയാണോ ചെയ്തത്? അങ്ങനെ എല്ലാം സംഭവിച്ചത്. ഇന്ന് ഹൈക്കോടതി അതിനിശിതമായി അതിരൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും ഇത്രയും കാലം ഈ വിഷയത്തിൽ കേരള സമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുള്ള നുണകൾ മുഴുവൻ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ അവിടെ സംജാതമാവുകയാണ് ചെയ്തത്. ഇന്ന് ഹൈക്കോടതി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കയ്യിലുള്ള പണത്തിന്റെ കണക്കില്ലാത്ത നിങ്ങൾക്ക് ഈ പണം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതി ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ ഫണ്ടിന് വേണ്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ സാധിക്കുക? ഈ കോടതിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കേന്ദ്രത്തോട് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കോടതി പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് കേന്ദ്രത്തോട് പ്രാക്ടീസിങ് ലോയർ, അതുകൊണ്ടാണ് ശങ്കുവിനോട് ചോദിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കോടതി അവിടെ നിരീക്ഷണമായിട്ട് കോടതി അത്തരത്തിൽ ഓഫ് ദ റെക്കോർഡായി പറഞ്ഞതാണോ അതല്ല ഇതെല്ലാം വിധിന്യായത്തിന്റെ ഭാഗമാണോ? ഐ വുഡ് ലൈക്ക് ടു നോ വെദർ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ജഡ്ജ്മെന്റ്. അതാണ് എനിക്ക് അറിയേണ്ടത്. അവിടെ ഫിനാൻസ് ഓഫീസർ വിയർക്കുകയായിരുന്നു. അതെല്ലാം ആയിക്കോട്ടെ, അല്ലല്ല, അത് ശങ്കു പറഞ്ഞ ഒരു കാര്യമുണ്ട്, പ്രിപ്പയർഡ് ആയിട്ട് വരേണ്ടതായിരുന്നു. കാരണം ഇത് ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. SDRF-ൽ എത്ര നീക്കിയിരിപ്പുണ്ട് എന്ന് ഹൈക്കോടതി ചോദിച്ചപ്പോൾ അവിടെ മറുപടി ഇല്ലാതെ കൈമലർത്തുകയല്ല സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസർ ചെയ്യേണ്ടത്. ഞാനിപ്പോ ഈ കാര്യത്തിൽ ചോദിച്ച ഇത്രയേ ഉള്ളൂ.
ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ. കേരളത്തിന് ഈ പ്രകൃതി ദുരന്തത്തിൽ ഇന്ത്യ ഗവൺമെന്റ് L3 ഈ പറയുന്ന അതിതീവ്ര ദുരന്തം എന്ന നിലയിലേക്ക് ഇത് കണക്കാക്കുന്നതിനും അതിന് അർഹമായ നിലയിൽ ആനുപാതികമായ നിലയിൽ അങ്ങനെ കേരളത്തിന് അങ്ങനെ ഒരു പാക്കേജ് നൽകുന്നതിന് എന്താണ് തടസ്സമെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. നവംബർ 13-നാണ് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്നുള്ള ആ റിപ്പോർട്ട് അവിടെ ചെന്നത്. അത് വേണം, അതാണ് കേന്ദ്ര സർക്കാർ. അല്ല, അത് മഞ്ജുഷ പറയുമ്പോഴേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. 8-ാം മാസത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻസ് ഇന്ത്യയിൽ ആദ്യമായി തയ്യാറാക്കിയത്. 8-ാം മാസത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് കണ്ട് തിരിച്ചു പോയതിന് ശേഷം അതിനു മുമ്പ് ഈ പറയുന്ന ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് തയ്യാറാക്കേണ്ടതായിട്ടുള്ളത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ചൊരു മാനദണ്ഡം ഇല്ല. ആ മാനദണ്ഡം ഈ പറയുന്ന ദുരന്തത്തിന് ശേഷമാണ്, അതിന് മുമ്പുള്ളതല്ല. അങ്ങനെ ഇത് തയ്യാറാക്കുമ്പോൾ കേരളം ആവശ്യപ്പെടുന്നതും ഈ പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് തയ്യാറാക്കുന്നതും തമ്മിൽ തന്നെ പല വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് വ്യത്യാസം എന്നൂടെ ഞാൻ പറയാം, അധിക സമയം എടുക്കൽ, എൻ്റെ സമയത്തിൽ പിന്നീട് ചുരുക്കിക്കോളൂ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ പുനരധിവാസത്തിന് ഒരു വീട് വെക്കണമെങ്കിൽ മഞ്ജുഷനായാലും ശംഖുവിനായാലും സമ്പത്തിനായിരുന്നാലും അത്തരത്തിൽ പുനരധിവാസ വീട് വെക്കണമെങ്കിൽ 1,25,000 രൂപയാണ്. 1,25,000 രൂപയ്ക്ക് ശംഖുവിന് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ ഇത്തരത്തിൽ ഈ നഷ്ടപ്പെട്ടവർക്ക്, എല്ലാം നഷ്ടപ്പെട്ടവർക്ക്? ഇന്ത്യ ഗവൺമെന്റ് SDRF ഫണ്ടിൽ നടക്കില്ല, അത് പ്രത്യേക പാക്കേജ് തന്നെ വരേണ്ടി വരും. എന്തുകൊണ്ട് വൈകുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞ മറുപടി. നവംബർ 13-നാണ് നിവേദനം അവിടെ കിട്ടിയത് എന്ന്, അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് അവിടെ കിട്ടിയത് നവംബർ 13-നാണെന്നാണ്. അത് ശരിയുമാണ്, സമ്മതിക്കുന്നു. പക്ഷേ അതിന് മുമ്പ് കൊടുത്തതോ? പക്ഷെ അതിന് മുമ്പ് കൊടുത്തത് നിവേദനം മാത്രമാണല്ലോ. നിവേദനത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളത് കേരളം ആ നിവേദനത്തെ സംബന്ധിച്ചാണ് ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞത്. മറന്നുപോകരുത്. വ്യത്യാസമുണ്ടോ? ഈ നവംബർ 13-നാണ് കിട്ടിയത് എന്ന് അമിത്ഷാ പറഞ്ഞ ആ വാചകം അത് വിശ്വസിക്കുന്നില്ല. ഇവിടെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് അത് തെറ്റാണെന്നാണ്, അതിന് മുൻപ് നിവേദനം പോയിട്ടുണ്ട് എന്നാണ്. കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യമാണ്. ഇവരുടെ അഭിഭാഷകൻ അത് നിഷേധിച്ചിട്ടില്ലല്ലോ, ഇന്നത്തെ ദിവസം പോലും നിഷേധിച്ചിട്ടില്ലല്ലോ. ചർച്ചയിൽ വന്നിരുന്നോണ്ട് അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് കോടതിയുടെ റെക്കോർഡിലുള്ള കാര്യമാണ്. 13/11/2024 തീയതിയിലാണ് PDN സമർപ്പിക്കുന്നത്. 2219 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട്. ഇവിടെ ശ്രീ സമ്പത്ത് ചെയ്യുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള കള്ളത്തരത്തെ മറിക്കാൻ വേണ്ടി അതിവൈകാരികത കൊണ്ടൊരു നാടകം കളിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വ്യോമസേന ഇറങ്ങി വന്നപ്പോൾ അവരുടെ ആ പ്രവർത്തനത്തിന് വരെ ഫണ്ട് മേടിച്ചു എന്നൊക്കെ പറയുന്നത്. ആ പറയുന്നത് നല്ല നാടക നടനുണ്ട്, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നല്ല ആക്ടറാണ്. ആ കാര്യത്തിൽ ശംഖു പറയുമ്പോൾ ചോദിച്ചോ ഇല്ലയോ? കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചോ ഇല്ലയോ? കൊടുത്ത നെല്ലരിയുടെ പണം ചോദിച്ചോ ഇല്ലയോ? അതിന് മറുപടി പറയും. രക്ഷിക്കാനായി വന്നതിന് പണം ചോദിച്ചോ ഇല്ലയോ? ശംഖു പറയട്ടെ, ശംഖു പറഞ്ഞോളൂ. എന്തൊരു മര്യാദയില്ല. ഒരു മര്യാദയില്ല. ജീവനാണ് പ്രശ്നം, ജീവിതമാണ് പ്രശ്നം, മര്യാദയാ. ഞാൻ ഇങ്ങനെയാണെങ്കിൽ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. ശംഖു പറഞ്ഞോളൂ. ഇടയ്ക്ക് ഒരു ചോദ്യമൊക്കെ വരും. ശംഖു പറഞ്ഞോളൂ. മര്യാദയില്ലാത്ത പെരുമാറ്റമാണ്. അദ്ദേഹം പാർലമെന്റിൽ അംഗമായിരുന്ന ആളാണ്. മറ്റൊരാൾ സംസാരിക്കാൻ അനുവദിക്കാനുള്ള മര്യാദ പോലും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? ഈ 16/11/2024 തീയതി നവംബർ 16-ാം തീയതി ചേർന്നിട്ടുള്ള IMCT RBയുടെ ബില്ലുകളെല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമാണോ? അതായത് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് പ്രകാരം ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിവിറ്റിയിൽ ആർമ്ഡ് ഫോഴ്സസോ മറ്റേതെങ്കിലും സായുധ സേനാ വിഭാഗങ്ങളോ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ബില്ലുണ്ടാക്കി ആ ബില്ല് സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കുകയും സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും ചെയ്യുന്ന നടപടിക്രമമുണ്ട്. എന്നാൽ ചില സവിശേഷ സാഹചര്യങ്ങളിൽ അത് ഒഴിവാക്കാറുണ്ട്. ഈ കാര്യത്തിൽ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ 16/11/2024 തീയതി ചേർന്നിട്ടുള്ള IMCT ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്ന് പറയുന്ന IMCTയുടെ ബോഡി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആർമിയുടെ, നേവിയുടെ, എയർഫോഴ്സിന്റെ മുഴുവൻ ബില്ലുകളെ എക്സ്ക്ലൂഡ് ചെയ്യാൻ, ആ പണം മേടിക്കേണ്ടതില്ല തീരുമാനിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞതിന് ശേഷം മരിച്ചുപോയിട്ടുള്ള ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചതിന് ആർമി പണം മേടിച്ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചർച്ചയിൽ എന്ത് സത്യസന്ധതയാണുള്ളത്? ഞാനിവിടെ ഇത്രയും നേരം എന്നെ തടസ്സപ്പെടുത്തിയുണ്ട്. ഞാനിതിന്റെ ആദ്യം മുതൽക്കൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. എന്നെ ഇനിയും തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 2005-ലാണ് ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് എന്ന് പറയുന്ന നമ്മുടെ ദുരന്ത നിവാരണ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത്. BJP സർക്കാർ ഉണ്ടാക്കിയതല്ല, UPയുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയുള്ള ചട്ടങ്ങളാണ്. ആ ചട്ടങ്ങൾ പ്രകാരമാണ് നമ്മൾ ദുരന്തങ്ങളെ L1, L2, L3 എന്ന് ഉണ്ടാക്കുന്നത്. ഇതിനെ L3-ലാക്കാൻ പറ്റുമെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. ഇതുവരെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഇവരുടെ ചോദ്യം. ബോധപൂർവ്വം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള 8 ലക്ഷം വെച്ച് മാത്രമുള്ള ചോദ്യമാണത്. കാരണം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ എവിടെയും ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. 2013 ഉത്തരാഖണ്ഡ് ഫ്ലഡ് ഉണ്ടായി, 6000 പേര് മരിച്ചു, ഏതാണ്ട് 300ഓളം ഗ്രാമങ്ങൾ ഒലിച്ചുപോയി. അന്ന് അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന്
പാർലമെന്റിൽ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഘട്ടത്തിൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കേരളത്തിലുള്ള MP, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ അങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാന്ന്. ഇത്രയും കാലം ദേശീയ ദുരന്തം എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് L3 ആയി പ്രഖ്യാപിക്കണം സെക്ഷൻ 46 പ്രകാരം. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസിൽ ഈ പറയുന്ന ഗ്രേഡിങ്ങിനെ സംബന്ധിച്ച് പറയുന്നത്? അതായത് ഒരു ജില്ലയ്ക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതും ജില്ലാ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ കൊണ്ട് മിറ്റിഗേറ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള ദുരന്തങ്ങളെയാണ് L1 എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു സംസ്ഥാനത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതും സംസ്ഥാനത്തിന്റെ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിലീഫ് ആക്ടിവിറ്റികൾ നടത്താൻ കഴിയുന്ന ദുരന്തങ്ങളെയാണ് L2 എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നിലേറെ സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതും ദേശീയ ഏജൻസികളുടെ പാരാഫെർനേലിയ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് റിലീഫ് നടത്താൻ കഴിയുന്നതുമായിട്ടുള്ള ദുരന്തങ്ങളെയാണ് നമ്മൾ L3 ആയിട്ട്. ശരി ശംഖു, അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിനേക്കാൾ വലുതായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ 2200 കോടിയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കിട്ടിയത് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. പക്ഷേ അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ഫ്ലഡിന്റെ കാര്യം അടിയന്തരമായിട്ട് 994 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. തമിഴ്നാട് ആവശ്യപ്പെട്ടത് 2000 കോടി രൂപയാണ്. അവിടെ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് അവിടെ ചെന്നിട്ടുണ്ടാവുമോ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ? അതോ ചെന്നതിന് ശേഷമുള്ള പരിശോധനയ്ക്ക് ശേഷമാണോ ഈ 994 കോടി രൂപ അനുവദിച്ചത്? കേരളത്തിന് പക്ഷേ അങ്ങനെ അധിക സഹായമൊന്നും കിട്ടിയിട്ടില്ല. ഈ റിപ്പോർട്ട് അടിയന്തരമായിട്ട് അനുവദിച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് അവിടെ ചെന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനത് ഉത്തരം പറയട്ടെ. തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഫെങ്കൽ ഈ പറയുന്ന സൈക്ലോണുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ 994 കോടി രൂപയുടെ അടിയന്തര സഹായം അനുവദിച്ചിട്ടുള്ളത്. ഫെങ്കൽ ദുരന്തം ഏത് ക്ലാസ്സിൽ വരുന്ന ദുരന്തമാണ്? അതായത് തമിഴ്നാട്ടിലെ 14 ജില്ലകളെ ബാധിച്ചിട്ടുള്ള 1.5 കോടി ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുള്ള 69 ലക്ഷം കുടുംബങ്ങളെ ബാധിച്ചിട്ടുള്ള 300ഓളം മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള 2.5 ലക്ഷം ക്യാറ്റിലിനെ ബാധിച്ചിട്ടുള്ള ഒരു സംസ്ഥാന ദുരന്തമാണത്. L2 ഗ്രേഡിലുള്ള ദുരന്തമാണത്. അങ്ങനെയുള്ള ദുരന്തത്തിൽ ഈ പറയുന്ന NPDA ഇല്ലാതെ തന്നെ അടിയന്തരമായിട്ടുള്ള ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുക്കാൻ ഈ പറയുന്ന ദുരന്ത നിവാരണ നിയമത്തിൽ പ്രൊവിഷൻ ഉണ്ട്. എന്നാൽ വയനാട്ടിൽ സംഭവിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാണെന്നിരിക്കെ തന്നെയും നമ്മുടെ കേന്ദ്രത്തിലെ മന്ത്രിയായിട്ടുള്ള റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ അത് ഒരു പഞ്ചായത്തിനുള്ളിൽ നടന്നിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ നിയമത്തിലെ പ്രൊവിഷൻസ് പ്രകാരം അതിനെ L1 L2 ആയിട്ട് ഗ്രേഡ് ചെയ്യാൻ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ടിൽ നിന്ന് മാത്രം അതിൽ നിന്ന് മാത്രമേ പണം അനുവദിക്കാൻ കഴിയുകയുള്ളൂ. അത് ആ മാനദണ്ഡ പ്രകാരമാണ്. അതേ കിട്ടിയിട്ടുമുള്ളൂ. അതല്ലാതെ ഒരധിക സഹായവും വന്നിട്ടില്ല. അക്കാര്യം സമ്മതിക്കാമല്ലോ അല്ലേ? ഈ ഫിനാൻസ് കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള തുക മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയല്ല അതിന്റെ പ്രൊവിഷൻ. അത് ഞാൻ പറയാം. അതായത് 15ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള ദുരിതാശ്വാസ നിധി SDRF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് വർഷാന്ത്യത്തിൽ തന്നെ തീരുമാനിക്കും. 5 വർഷത്തെ പ്ലാനാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇരിക്കെ 2021 മുതൽ 2026 വരെയുള്ള പീരീഡിലേക്ക് കേരളത്തിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള 1852 കോടി രൂപയാണ്. ഈ SDRF-ലെ 75% കോൺട്രിബ്യൂഷൻ കേന്ദ്ര സർക്കാരും 25% കോൺട്രിബ്യൂഷൻ സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത്. ആ കണക്കിൽ 2024-2025 കാലഘട്ടത്തിലേക്ക് സംസ്ഥാനത്തിനൊക്കെയുള്ള SDRF 388 കോടിയാണ്. അതിൽ 291 കോടി രൂപ കേന്ദ്രത്തിന്റെ സംഭാവനയും 96 കോടി രൂപ സംസ്ഥാനത്തിന്റെ സംഭാവനയുമാണ്. അങ്ങനെയുള്ള 291 കോടി രൂപയിൽ ഈ വയനാട് ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ ജൂലൈ 31-ാം തീയതി തന്നെ ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ശംഖു, സോറി ടു ഇന്ററപ്റ്റ് യു. ഈ സംഭാവന ഒന്നുമല്ല. സംഭാവന എന്നൊക്കെ ഉള്ളത് അതിന്റെ ഔദാര്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചുള്ള അത്തരത്തിലുള്ള അധികാരങ്ങളുടേതായിട്ടുള്ള ആ വിനിയോഗത്തിന്റെ ഭാഗമായി ധനവിനിയോഗം അത്തരത്തിൽ ഈ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതാണ്. അത് ഇന്ത്യയുടെ ഫൈനാൻസ് കമ്മീഷൻ ഭരണഘടനാപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അത്തരത്തിൽ ചെയ്യുന്നതാണ്. സംഭാവന എന്നൊന്നും പറയുന്നത് അങ്ങനെയുള്ള പദപ്രയോഗം വേണ്ട. എന്നെ പറഞ്ഞ് മുഴുപ്പിക്കാൻ സമ്മതിക്കൂ. അപ്പൊ 291 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ്, 96 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ജൂലൈ 31-ാം തീയതി അഡ്വാൻസ്ഡ് ആയിട്ട് പേയ്മെന്റ് ആയിട്ട് 145.60 കോടി രൂപ അനുവദിച്ചു. അതിനുശേഷം നവംബർ 1-ാം തീയതി വീണ്ടും 145.60 കോടി രൂപ അനുവദിച്ചു. 96 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണല്ലോ. അങ്ങനെ ഇരിക്കെ 782 കോടി രൂപ, അതായത് കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പായിട്ട് 394 കോടി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് സംസ്ഥാനത്തിന്റെ തന്നെ പ്രിൻസിപ്പൽ ആയിട്ട് അക്കൗണ്ടന്റ് ജനറൽ ബോധിപ്പിച്ചുള്ള കണക്ക് അവിടെയുണ്ട്. അപ്പൊ ഈ കണക്കുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപയുണ്ട്? 782 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ SDRF-ൽ പക്കലുണ്ട്. 677 കോടി എന്നാണ് ഇന്ന് കോടതിയിൽ പറഞ്ഞത്. അതിൽ വ്യക്തമായ കണക്കില്ലായിരുന്നു കേട്ടോ. 677 കോടി രൂപ ഉണ്ടെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ.
ആ കണക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ പറഞ്ഞ 677 കോടി രൂപ വന്ന് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കയ്യിലിരുന്ന് കൂട്ടിയതാണ്. ഇതിന് വേറെ കണക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് 782 കോടി രൂപ ഈ പറഞ്ഞ കണക്കിൽ 95 കോടി രൂപ വയനാടിനായിട്ട് ഉപയോഗിച്ചു. 291 പ്ലസ് 96 പ്ലസ് 394 ഈക്വൽ ടു 782. അതിൽ 97 കോടി രൂപ കിഴിച്ചു. അവിടെ വയനാടിന് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നത് 97 കോടി രൂപ കിഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 677. ഇതാണ് ഫിനാൻസ് ഓഫീസർ പറഞ്ഞത്. ഇത് പറയാം ഫിനാൻസ് ഓഫീസർ പോകണ്ട, ഇത് എനിക്ക് നിങ്ങൾക്ക് പോയി പറയാം. ഇതാണ് പത്രത്തിൽ വന്ന കണക്ക് വെച്ച് കൂട്ടിയതാ. അതേപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് 675 കോടി രൂപ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വന്നു. അതിൽ നിന്ന് ആകെ 7.5 കോടി രൂപയാണ് ചെലവഴിച്ചത്. ബാക്കി വേണം അവിടെ ഇരിക്കുകയാണ്. അപ്പോ ഇതില് പണം ചെലവഴിക്കുന്നതിന്റെ രീതി എന്താ? ദുരന്ത നിവാരണ നിയമം വളരെ കൃത്യമായിട്ട് പറയുന്നു. സൈക്ലോൺ ഉൾപ്പെടെ ലാൻഡ് സ്ലൈഡ് ഉൾപ്പെടെ ഉള്ള 12ഓളം ദുരന്തങ്ങളിൽ പ്രൈമറി ആയിട്ട് റിലീഫ് ആക്ടിവിറ്റി നടത്തേണ്ട സ്റ്റേറ്റ് ആണ്. SDRF-ൽ നിന്നാണ് ആ ഫണ്ട് ഉപയോഗിക്കേണ്ടത്. SDRF-ൽ ഫണ്ട് തികയാതെ വന്നു കഴിഞ്ഞാൽ അഡീഷണൽ ഫണ്ട്സ് NDRF-ൽ നിന്ന് ആവശ്യപ്പെടാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു മാനദണ്ഡം ഉണ്ട്. എന്താണ്? ഒരു ഡീറ്റെയിൽഡ് മെമ്മറാണ്ടം സമർപ്പിക്കണം. ആ ഡീറ്റെയിൽഡ് മെമ്മറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ IMCT സ്ഥലം വന്ന് പരിശോധിക്കണം. ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം വന്ന് സ്ഥലം പരിശോധിക്കണം. അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ട് ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയുന്ന HLC-ക്ക് സമർപ്പിക്കണം. HLC പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രോജക്റ്റുകൾ പരിശോധിച്ചാണ് ഫണ്ട് അനുവദിക്കുക. അതിനു വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പഠനം നടത്തേണ്ടത്. ആ പഠനം സംസ്ഥാന സർക്കാർ 13/11/2024 വരെ, അതായത് വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന അന്നത്തെ തീയതി വരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? അതായത് ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ആദ്യത്തെ മെമ്മറാണ്ടം കൊടുത്തത്. ആദ്യത്തെ മെമ്മറാണ്ടത്തിൽ ആവശ്യപ്പെട്ടത് കേവലം 214 കോടി രൂപ മാത്രമാണ്. 214 കോടി രൂപ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ 153 കോടി രൂപ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അതായത് ഈ നവംബർ 13-നാണ് യഥാർത്ഥത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് കൊടുത്തത്. അത് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. 19-ാം തീയതി ഫണ്ട് കിട്ടിയില്ല എന്നുകൊണ്ട് കേരളത്തിൽ ഹർത്താൽ നടത്തി. കേരളത്തിലെ ജനങ്ങൾ ശരി, മനസ്സിലായി. ശ്രീമതി മേരി ജോർജ്, ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ വേണ്ട വിധത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഫണ്ട്, ദുരന്ത നിവാരണ ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്ന് ഹൈക്കോടതി പോലും സംശയം പ്രകടിപ്പിക്കുകയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം നൽകുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനും കേരളം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? അത് സ്വന്തം വീഴ്ച മറിക്കുന്നതിന് വേണ്ടിയാണോ അല്ലയോ? മിസ്റ്റർ മഞ്ജുഷ്, ഇവിടെ നമ്മുടെ MP മിസ്റ്റർ സമ്പത്തും വളരെ വൈകാരികമായിട്ട്, അത് പക്ഷേ ജനപക്ഷത്ത്, വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽപ്പെട്ട ആ ജനപക്ഷത്ത് നിന്നാണ് അദ്ദേഹം വൈകാരികത കാണിച്ചത്. അതുപോലെ തന്നെ ശക്തമായ വൈകാരികതയാണ് മിസ്റ്റർ ശങ്കുട്ടി ദാസും കാണിച്ചത്. അത് പക്ഷേ BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ മിസ്റ്റർ ശങ്കുണ്ണിദാസിനെ അഭിനന്ദിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ കണക്കുകളൊക്കെ ഞാനും നോക്കി മനസ്സിലാക്കി ഇവിടെ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ച് കൂട്ടിവെച്ചിരുന്നതാണ്. അതുകൊണ്ട് കൃത്യമായ കണക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനുള്ളത്, അതായത് ഇവിടെ പറഞ്ഞതിൽ നിന്ന് മിസ്റ്റർ സമ്പത്തോ മിസ്റ്റർ ശങ്കുട്ടി ദാസോ പറയാത്ത ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ SDRF ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണം ആദ്യം എന്നാണ് പറയുന്നത്. അതായത് കേന്ദ്രത്തിന് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ 2219 കോടി രൂപയുടെ സാങ്ഷനായി വരുന്നതിന് മുൻപ് നമുക്ക് ആവശ്യമുള്ള ഫണ്ട് SDRF ഫണ്ടിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പല വട്ടങ്ങളിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് തമിഴ്നാടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാടിന് 944.80 കോടി കൊടുത്തു എന്ന് പറയുന്നു ഫെങ്കൽ ചുഴലിക്കാറ്റിൻ്റെ ഇതിനായിട്ട്. അത് തമിഴ്നാട്ടിൻ്റെ SDRF ഫണ്ടിൽ നിന്നാണ് അവരെടുത്തിരിക്കുന്നത്. അതായത് കേന്ദ്രം അനുമതി കൊടുത്തു, അങ്ങനെ എടുക്കാൻ അവര് ആ ഫണ്ട് എടുത്തു. അതായത് ആ മുഴുവൻ തുകയും ഈ ഒറ്റ ഡിസാസ്റ്ററിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുമോ? ശ്രീമതി മേരി ജോർജ്, ഒരു സംശയം, ഈ തുക മുഴുവനും ഈ ഒറ്റ ഡിസാസ്റ്റർ നേരിടുന്നതിന് വേണ്ടി, ചുഴലിക്കാറ്റ് ഉണ്ടായ നാശനഷ്ടങ്ങൾ, അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ? കാരണം അത് സംസ്ഥാന ഫണ്ടിലേക്കാണല്ലോ പോകുന്നത്. അത് മറ്റ് ദുരന്തങ്ങൾക്ക് കൂടി, അവരുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി കൂടി ഉപയോഗിക്കേണ്ടി വരില്ലേ? അതെ, തീർച്ചയായിട്ടും മഞ്ജുഷ്. പക്ഷേ സംഭവിച്ചതിന് ഉത്തരം കണ്ടെത്തിയിട്ടല്ലേ ഇനി സംഭവിക്കാനിരിക്കുന്നതിന് വേണ്ടി കരുതി വെക്കേണ്ടത്? ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കൈയിലും സംഭവിച്ചത്
ജൂലൈ 29 ലേറ്റ് നൈറ്റിൽ, ജൂലൈ 30 ഏർലി മോർണിംഗ് സംഭവിച്ച ആ മഹാദുരന്തം, അതിൻ്റെ കഷ്ടപ്പാടുകൾ ഇപ്പോഴും അതാ കോടതി ഏറ്റവും ആദ്യം പറഞ്ഞത്. കേന്ദ്രവും സംസ്ഥാനവും രണ്ടു കൂട്ടരെയും, കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് കോടതി. അതായത് കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരി ആ ജനതയെ, അതായത് ദുരന്തത്തിൽപ്പെട്ട് പട്ടിണിയിലും കഷ്ടപ്പാടിലും അലയുന്ന ആ ജനതയെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടരുത് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ രണ്ട് കൂട്ടർക്കും, കേന്ദ്രത്തിനും ഒരു നല്ല അടിയാണ് കോടതി കൊടുത്തത്, സംസ്ഥാനത്തിനും അടിയാണ് കൊടുത്തത്. സംസ്ഥാനത്തിൻ്റെ കെടുകാര്യസ്ഥത അത് കോടതി തീർച്ചയായിട്ടും കരുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന, അതും കേന്ദ്രത്തിന്റെ ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പരാമർശിച്ചു. പക്ഷേ ശംഖു ഇവിടെ പറഞ്ഞത് ഈ പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് അതവിടെ ചെല്ലാതെ എങ്ങനെ കേന്ദ്രത്തിന് സഹായം നൽകാൻ പറ്റും കേരളത്തിനായി പ്രത്യേകിച്ച് എന്നാണ് ചോദ്യം വരുന്നത്. അതാണ് ശംഖുവിന്റെ ഡിഫൻസ്. അത് ചെന്നത് നവംബർ 13 അത്രേ. അത് മഞ്ജുഷ് അത് തന്നെ ഞാൻ അതിലേക്ക് വരുന്നു. ശംഖു തന്നെ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് മാസം നമ്മളൊരു റിപ്പോർട്ട് കൊടുത്തു കേരളം. ആ കൊടുത്തതിന് ശേഷമാണ് ഈ IMCT ഫോം ചെയ്യുന്നതും വളരെ കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി എങ്ങനെയാണ് ഒരു ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, എന്തൊക്കെ നോംസ് ആണ് വേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കുന്നതെന്ന് ശംഖു പറഞ്ഞു. അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഓഗസ്റ്റിലൊരു റിപ്പോർട്ട് കൊടുത്തു, ഒരു ആവശ്യത്തിൻ്റെ ഒരു കഥ കൊടുത്തു. അത് പക്ഷേ 214 കോടി രൂപയുടെയോ മറ്റെയാണ്. അത് അപ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ വിമർശിച്ചിരുന്നു. കാരണം അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും വ്യക്തതയുള്ളതായിരുന്നില്ല. പഴി പറയാൻ പറ്റില്ല. പക്ഷേ ചെയ്തിരുന്നു, വലിയ തോതിൽ വിവാദമായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഓഗസ്റ്റ് 17 ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നിവേദനം നൽകിയിരുന്നത്. അതാണ് നമ്മൾ നൽകിയ ആദ്യത്തെ നിവേദനം. അതെ, ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഈ 2219 കോടിക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ നിവേദനമാണ് IMCT നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ നവംബറിൽ കൊടുത്തിരിക്കുന്ന നിവേദനം. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പ്രിയങ്ക ഗാന്ധി വദ്രയോട് അതിനെപ്പറ്റി സംസാരിച്ചത്, താമസിച്ചാണ് കിട്ടിയത് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം കിട്ടിയ മെമ്മോറാണ്ടം അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കാം. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള തെറ്റാണ്. അതും കൂടി അദ്ദേഹം സൂചിപ്പിക്കണമായിരുന്നു. കാരണം നിങ്ങൾ 4 മാസമായിട്ടാണ് ഇത് തരുന്നത് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും ഒരു കേന്ദ്രമന്ത്രിക്ക് അവകാശമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറയപ്പെട്ട നേരത്തെ സംഭാവന എന്നൊരു വേർഡ് ശംഖു ടി ദാസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡിൽ പെട്ടതാണ് എന്നതുകൊണ്ട് മാത്രവുമല്ല, ജനങ്ങളുടെ നികുതി പണമാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ SDRF സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഷെയർ ആകട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഷെയർ ആകട്ടെ, രണ്ടും ജനങ്ങളുടെ നികുതി പണമാണ്. നികുതിയേതര വരുമാനത്തിൽ നിന്ന് എടുക്കുന്ന പണമാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. എവിടെ ചെലവഴിക്കണമെന്ന് മാത്രം തീരുമാനിക്കാനാണ് നോംസ് വേണ്ടത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവിടെ തന്നെ മന്ത്രി രാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊന്ന്, അതായത് ഈ പറയപ്പെട്ട ഒരു ഫണ്ടിലും വരേണ്ടാത്ത ഒരു കാര്യമുണ്ട്. അതായത് ചൂരൽമല മുണ്ടക്കൈ മേഖലകളിലെ കടബാധ്യത എഴുതിത്തള്ളുക. കേരള ബാങ്കിൻ്റെ കടബാധ്യത സംസ്ഥാന ഗവൺമെൻറ് എഴുതിത്തള്ളി. അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്ന വായ്പകൾ എഴുതിത്തള്ളാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ല. പക്ഷേ ആ അധികാരം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശുപാർശ പ്രകാരം അതത് ബാങ്കുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി ചെയ്യാവുന്നതാണ്. അത് കേന്ദ്രത്തിന് നേരത്തെ ചെയ്യാമായിരുന്നു. അതിന് IMCTRൻ്റെ നോംസ് ഒന്നും വരേണ്ട കാര്യമില്ല. പക്ഷേ കേന്ദ്രം അത് നടത്തിയില്ല. അപ്പോൾ കേന്ദ്രത്തിന് വലിയ അവഗണന കേരളത്തോട് ഉണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. കാരണം നമ്മുടെ SDRF ഫണ്ടിൽ
തമിഴ്നാടിന്റെ SDRF ഫണ്ടിൽ ഉള്ളതുപോലെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് അത് ഫിനാൻസ് കമ്മീഷന്റെ അവാർഡ് അനുസരിച്ച് കേരളത്തിന് കുറച്ചല്ലേ കിട്ടുകയുള്ളൂ ശ്രീമതി മേരി ജോർജ്. അല്ലല്ലോ, തമിഴ്നാട്ടിനാണല്ലോ കൂടുതലായിട്ട് ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ ഉള്ളത് അല്ലെ കേരളത്തെ? അങ്ങനെയാണ്. അതെ അത് തന്നെ അതിന്റെ നോംസ് അനുസരിച്ചാണ്. ഫിനാൻസ് കമ്മീഷൻ നോംസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും, കേരളത്തോടും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടും മൊത്തം അവഗണനയുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു 2015 ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട്. ഇനി 16 ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്യുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യാനുള്ള നടപടികൾ എടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ 15 ധനകാര്യ കമ്മീഷൻ കേരളത്തോട് മാത്രമായി അവഗണന കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ആ അവഗണനയുടെ ഭാരം പേറേണ്ടി വന്നവരാണ്. ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ അതിന്റെ ഭാരം ഏറ്റുവാങ്ങിയത് കർണാടകയാണ് എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ഈ ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിന്റെ കാര്യത്തിൽ എന്തായാലും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തന്നെയാണ് തമിഴ്നാടിന് സഹായം നൽകിയിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിലിപ്പോൾ ശ്രീമതി മേരി ജോർജ് പറഞ്ഞ കാര്യത്തിൽ ശ്രീ എ സമ്പത്ത് മറുപടി പറയേണ്ട കാര്യം, സംസ്ഥാന ഫണ്ടിൽ പണം ഇരിക്കുകയാണല്ലോ 677 കോടി രൂപ. അത് വിനിയോഗിക്കുന്നതിൽ എന്തുകൊണ്ടൊരു മാനദണ്ഡമില്ല എന്നുള്ള വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് ശ്രീമതി മേരി ജോർജ്. അതിൽ നിന്ന് ഇപ്പോൾ എടുത്ത് എന്തുകൊണ്ട് പുനരധിവാസം സാധ്യമാക്കുന്നില്ല എന്നാണ്. ഇപ്പൊ തമിഴ്നാട് ആ ഫണ്ട് എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ് അവിടെ. പറഞ്ഞോളൂ മഞ്ജുഷേ, ഒരു പോയിന്റോടെ ഞാൻ പറഞ്ഞോട്ടെ. അതിനോട് ചേർത്ത് ഒരു പോയിന്റ്, അതായത് ഈ സംസ്ഥാന ഗവൺമെന്റ് SDRF ഫണ്ട് എടുത്തുപയോഗിക്കാം, പക്ഷേ ഫണ്ടിൽ ഫണ്ട് ഉണ്ടോ അതാണ് അന്വേഷിക്കേണ്ടത്. CAG റിപ്പോർട്ട് എടുത്തു നോക്കുക. വകമാറ്റി ചെലവഴിക്കലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല ധർമ്മം എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CAG റിപ്പോർട്ട് ഈ കഴിഞ്ഞ മാർച്ച് 31 പുറത്തുവിട്ട CAG റിപ്പോർട്ട് എടുത്ത് നോക്കുക. വകമാറ്റി ചെലവഴിക്കൽ. അപ്പോൾ ഈ SDRF ഫണ്ട് നേരത്തെ തന്നെ വകമാറ്റി ചെലവഴിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് അതിന്റെ ഫിനാൻസ് ഓഫീസർക്ക് എത്ര എമൗണ്ട് ഉണ്ടെന്ന് പോലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ 677 കോടി എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഫിനാൻസ് ഓഫീസർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഹൈക്കോടതി ആവശ്യപ്പെട്ടതാണ് ഇന്ന് വന്ന് വിശദീകരണം നൽകാൻ. എന്തുകൊണ്ട് കഴിഞ്ഞില്ല ശ്രീ എ സമ്പത്ത്? അതാണ് കോടതി ചോദിച്ചത്. പാസ്ബുക്കിൽ ഉണ്ടായിരിക്കും, പക്ഷെ അക്കൗണ്ടിൽ ഉണ്ടോ എന്ന്. മഞ്ജുഷേ, എൻ്റെ അമ്മയും കോളേജ് പ്രൊഫസറായിരുന്നാണ്. അതുകൊണ്ട് ടീച്ചറോടുള്ള എല്ലാ ബഹുമാനത്തോടുകൂടി ഞാൻ ചോദിക്കട്ടെ, ടീച്ചറെ, CAG റിപ്പോർട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ SDRF ഫണ്ട് വകമാറ്റി ചെലവ് ചെയ്തു എന്ന്? ടീച്ചർ ഇങ്ങനെ പറയുമ്പോൾ ടീച്ചർമാരിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുക, ഞങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ. ടീച്ചറുടെ വായിൽ നിന്ന് ഇത്തരത്തിൽ വരുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. ടീച്ചർ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. അതായത് വിവിധ വകുപ്പുകളിലെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു എന്നും അവിടെ ഓഡിറ്റിംഗ് നടത്താൻ, ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താൻ അനുവദിക്കുന്നില്ല എന്നും ഓഡിറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നു, CAG പറയുന്നു. ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നില്ല, വകമാറ്റി ചെലവഴിക്കുന്നത് കണ്ടുപിടിക്കാതിരിക്കാൻ എന്നാണ് പറയുന്നത് മിസ്റ്റർ സമ്പത്ത്. ആ CAG റിപ്പോർട്ടുകൾ താങ്കളൊന്ന് വായിക്കുക. ടീച്ചറെ, ഞാനും ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥി ആയിരുന്നു, നിയമം മാത്രമല്ല. ടീച്ചറോട് എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം, പോയിന്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ചോദ്യം, CAG റിപ്പോർട്ടിൽ SDRF ഫണ്ട് വകമാറ്റി ചെലവ് ചെയ്തു എന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അത് ടീച്ചർ പറഞ്ഞല്ലോ, അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ അങ്ങനെ നടന്നിട്ടുള്ളൂ. അല്ല, പക്ഷേ ടീച്ചർ അതിനെ കൊണ്ട് അല്ലല്ല, ടീച്ചർ അതിനെ കൃത്യമായിട്ട് പറയുന്നു. അതല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഫിനാൻസ് ഓഫീസർക്ക് കോടതിയിൽ വന്ന് മിഴിച്ചു നിൽക്കേണ്ടി വന്നത്? അല്ല, അതിപ്പോ മഞ്ജുഷേ, എവിടെങ്കിലും മലയുന്ന പശുവിനെ പിടിച്ചു കൊണ്ടുവന്ന് SDRF ഫണ്ടിന്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കെട്ടണ്ട. ഇത് കോടതി കോടതി ചോദിച്ചാൽ കോടതിയിൽ 12-ാം തീയതി പറയുന്നുണ്ട്. ഇത് ഒരാഴ്ച സമയം വേണോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസർക്ക് ഈ ഫണ്ടിൽ, ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് പറയാം? ഒറ്റ ക്ലിക്കിൽ കിട്ടുന്ന കാര്യമല്ല. ഒറ്റ ക്ലിക്കിൽ അത് കിട്ടേണ്ട കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ഈ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ രാജ്യത്ത് വന്നത് 14/8/2024 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇതനുസരിച്ച് മഞ്ജുഷ നേരത്തെ പറഞ്ഞല്ലോ, ഈ പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അസസ്മെന്റ്, അതെ, ആ നീഡ് അസസ്മെന്റിന് എന്തിനാ ഇതെല്ലാം മഞ്ജുഷിന് വേണമെങ്കിൽ ചോദിക്കാം. മഞ്ജുഷിന്റെ മുമ്പിലിരിക്കുന്ന ആ ലാപ്ടോപ്പിൽ വെച്ചിട്ട് അറ്റ് ദ ക്ലിക്ക് ഓഫ് എ ഫിംഗർ എന്നുള്ള നിലയിലേക്ക് വൈകിയില്ല. കാരണം അതെന്താ കാര്യം എന്ന് പറയാം.
എപ്പോഴാണ് ജോഷിമഠിലെ ദുരന്തത്തിന് എത്ര ദിവസവും ആഴ്ചകളും മാസങ്ങളും എടുത്തു കൊടുക്കാൻ? തെലങ്കാന എത്ര ദിവസം എടുക്കേണ്ടി വന്നു ഇത്തരം കാര്യത്തിന്? ഇതേ കാര്യത്തിൻ്റെ തന്നെ സിക്കിമിന് എത്ര നാൾ വേണ്ടി വന്നു? ഇതിൻ്റെ കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഏത് സംസ്ഥാനത്തായാലും ഇത്തരത്തിലുള്ള ഭീകരമായ ദുരന്തങ്ങൾ ഉണ്ടായാൽ ആ അതാത് സംസ്ഥാനത്തെ മാനദണ്ഡം മറ്റൊന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടെ ഈ 4 ലക്ഷം രൂപയ്ക്ക് പോലും ഒരു ചെറിയ വീട് കെട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു കാലത്ത് 1.25 ലക്ഷം രൂപയ്ക്ക് റീഹാബിലിറ്റേഷൻ ഇത് നടത്തി അങ്ങ് പൂർത്തീകരിക്കാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടല്ലോ, നിങ്ങളത് ചെയ്തോളൂ എന്നുള്ള നിലയിലേക്ക് ഞാൻ ടീച്ചർ പറഞ്ഞതിനകത്ത് ടീച്ചറോടുള്ള ബഹുമാനത്തോടുകൂടി തന്നെ പറയട്ടെ. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് കാട്ടുന്നതായിട്ടുള്ളൊരു അവഗണന എന്നുള്ളത് അവഗണന തന്നെയല്ലോ. എന്തുകൊണ്ടാണ് അവഗണന വരുന്നത്? രാഷ്ട്രീയം എന്നുള്ളതും അതിനപ്പുറമായിട്ടുള്ള എന്താണ്, നമ്മൾ വികസന കാര്യങ്ങളിൽ നമ്മൾ നേടിയിട്ടുള്ള ചില പുരോഗതികളുണ്ട്. അത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. കമ്മീഷന്റെ അവഗണന കേരളത്തോട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അത് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്ത വിഷയമാണ്. വനവിഹിതത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ അതല്ലല്ലോ. ഇവിടുത്തെ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് ടീച്ചർ സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ഒരു കാര്യമുണ്ട്. ദുരന്ത നിവാരണ ഫണ്ടിൽ എത്ര തുകയുണ്ടെന്ന് സംസ്ഥാനത്തെ ഫിനാൻസ് ഓഫീസർക്ക്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസർക്ക് കോടതിയിൽ പോയി പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾ അത് ഏത് രീതിയിൽ എടുക്കണം? ശ്രീ എ സമ്പത്ത്, അത്ര ലാഘവത്തോടെ എന്തായാലും കാണാൻ കഴിയുകയില്ലല്ലോ ഈ വിഷയത്തെ. ഞാൻ ഫൈനാൻസ് ഓഫീസർ കോടതിയിൽ പറഞ്ഞില്ല എന്നുള്ളതിനേക്കാൾ ഞാൻ കാണുന്നത് ലാഘവത്തോടു കൂടിയെന്നല്ല, ഇന്ത്യ ഗവൺമെൻറ് കേരളീയോട് ക്രൂരതയോടുകൂടി പെരുമാറുന്നു എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രധാനമന്ത്രി ഇവിടെ വന്നല്ലോ. പ്രധാനമന്ത്രി വന്നതിന് ശേഷം, ഇവിടെ നിന്ന് പോയതിന് ശേഷം ഒരു പൈസയെങ്കിലും ഇവിടെ ഇതിന് പ്രത്യേകമായി പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ പോയിട്ട് കണ്ടിട്ട് SDRF-ൽ നിന്നാണ് എടുത്തത് എന്ന്. തമിഴ്നാട്ടിന് വരാൻ പോവുകയാണ് പ്രത്യേക പാക്കേജ് ഇല്ലേ, ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കേരളത്തിന് നൽകിയതുപോലെ ആ SDRF അല്ല, അടുത്ത് വേറെ വരാൻ പോകുന്നതിനെ സംബന്ധിച്ച് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2000 കോടിയാണ്. അതെ, നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2200 കോടിയാണ്. അതെ, നമ്മുടെ ശംഖു പറഞ്ഞോളൂ. അദ്ദേഹത്തിനിടയിൽ എനിക്ക് ഇടപെടാലോ, ഞാൻ പറയുന്നത് അദ്ദേഹം ഇടപെട്ടിരുന്നല്ലോ. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ്, PMDRF-ൽ നിന്നാണ് മരിച്ചവർക്ക് 2 ലക്ഷവും പരിക്കേറ്റവരുടെ കുടുംബത്തിന് 50,000 കൊടുത്തത്. 3,28,50,000 രൂപ അനുവദിച്ചത് PMDRF-ൽ നിന്നാണ് കേട്ടോ. PMDRF-ൽ നിന്ന് 675 കോടിയിൽ നിന്ന് 7.5 കോടി രൂപ മാത്രമേ ഇതുവരെയും ചെലവഴിച്ചിട്ടുള്ളൂ. ഇവിടെ ശംഖു പറയണത് കേട്ടാൽ തോന്നും അവിടെയുള്ള ഈ റെസ്ക്യൂ, റിലീഫ്, റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ തനിയെ അങ്ങ് നടക്കുന്നു എന്നുള്ള നിലയിലാണ്. ഇതെല്ലാം ഈ കേരളത്തിലെ സർക്കാർ, അതിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ വിധത്തിലുള്ള സഹായങ്ങൾ നൽകിയതായിട്ടുള്ള സൈനികരെയും അവരുടെ ആ പ്രതിരോധ സേനാംഗങ്ങളെയും ഞാൻ അവരുടെ മുമ്പിൽ ഞാൻ തൊഴുകൈയോടെ നിൽക്കുകയാണ്. BJP-ക്കാരെന്താ പറയണത്? ചുരുക്കം ഇത്രയല്ലേ ഉള്ളൂ, എന്താ ഞങ്ങളെല്ലാം ഒലിച്ചു പോകാത്തത് കേരളീയർ? ഇതല്ലേ ചോദിക്കുന്നുള്ളൂ. പ്രളയകാലത്ത് നിങ്ങൾ ചോദിച്ചതുപോലെ തന്നല്ലോ ഈ ചോദിക്കുന്നതിനകത്ത്. ഞാൻ MP ആയിരിക്കുന്ന സമയത്ത് 1996-ാം ആണ്ടിൽ അന്ന് ആന്ധ്രാപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിൽ ചുഴലിക്കൊടുങ്കാറ്റുണ്ടായപ്പോൾ MP ലാഡ്സിൽ നിന്ന് പണം കൊടുത്തു. കേരളത്തിലെ ജനങ്ങൾക്ക് വികസന കാര്യങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് ഇന്ത്യയിലെ MP-മാർ കൊടുത്തത്. തീരുന്നില്ല. ഗുജറാത്ത് സംസ്ഥാനം BJP ഭരിക്കുമ്പോൾ കച്ചിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ വീതം കേരളത്തിലെ 20 ലോക്സഭാംഗങ്ങളും 9 രാജ്യസഭാംഗങ്ങളും അങ്ങോട്ടേക്ക് കൊടുത്തു. കൊടുക്കാൻ കഴിഞ്ഞതേ L3 എന്നുള്ള കാറ്റഗറിയിൽ അത് പെടുത്തിയത് കൊണ്ടാണ്. ഇവിടെ L3 എന്നുള്ള കാറ്റഗറിയിൽ പോലും പെടുത്തുന്നില്ല. നമ്മൾ കണക്കിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ കൊണ്ട് വിശപ്പടങ്ങില്ല, കണക്കുകൾ കൊണ്ട് ഭവനങ്ങൾ ഉണ്ടാവില്ല. ഈ നഷ്ടപ്പെട്ടവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയതാണ്. ഇവിടെ കേരളത്തോട് നിങ്ങൾ നീതി പുലർത്താൻ തയ്യാറുണ്ടോ ഇന്ത്യ ഗവൺമെൻറ്? ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങളോട് പറഞ്ഞത് സത്യവിരുദ്ധമായ കാര്യമാണ് എന്ന് പറയാതെ നിർവാഹമില്ല. യൂണിയൻ മന്ത്രിയാണ്, ക്യാബിനറ്റ് മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം സത്യവിരുദ്ധമായ ഒരു കാര്യം അങ്ങനെ പറയുമ്പോൾ വേദന ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കുമാണ്. ഇവിടെ പുനരധിവാസം നടപ്പാം. ഈ SDRF ഫണ്ട് കൊണ്ട് ഭൂമി കണ്ടെത്താൻ പറ്റുമോ മഞ്ജുഷേ? ഈ ഫണ്ട് കൊണ്ട് ഭൂമി കണ്ടെത്താൻ പറ്റുമോ? ഈ ഫണ്ട് കൊണ്ട് കെട്ടിട നിർമ്മാണം നടത്താൻ പറ്റുമോ? ഈ ഫണ്ട് കൊണ്ട് പൊതു ആവശ്യത്തിനുള്ള മറ്റു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇതിനാണ് ആദ്യം നിവേദനം കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നീട് ഈ പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് കൊടുത്തത്. ഇവിടെ ടീച്ചർ പറഞ്ഞൊരു കാര്യം ഞാനും കൂടി ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. വായ്പ എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. വീടില്ല, പറമ്പില്ല, കൃഷിയില്ല, വാഹനങ്ങളില്ല, ജീവൻ മാത്രമാണ്. വായ്പകളൊന്ന് എഴുതി തള്ളാൻ പോലും എന്തിനാ ഈ വയനാട്ടിലെ ഗ്രൗണ്ട് അറിയാവുന്ന ആളാണ് ശ്രീ ഷംസാദ് പരക്കാർ. സമ്പത്ത് പറയുന്നതിനോട് യോജിപ്പുണ്ടോ താങ്കൾക്ക്? എന്തായാലും ഈ പാക്കേജിന്റെ കാര്യത്തിൽ നിങ്ങൾക്കും CPM-നും തമ്മിൽ, LDF-നും തമ്മിലുള്ള ഒരു വ്യത്യാസമില്ല, അത് വേണം എന്ന് തന്നെയുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ ഇവിടെ പുനരധിവാസം കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ നടത്തും എന്ന് CPM സംസ്ഥാന സെക്രട്ടറി
MP ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നുവല്ലോ LDFന്റെ സംസ്ഥാന വ്യാപകമായിട്ട്, അതിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ അത് സാധ്യമാകുന്ന ഒരു കാര്യമാണോ അല്ലയോ? ഇതിനകത്ത് സമ്പത്തിന്റെ പ്രതികരണവും ശങ്കുട്ടി ദാസിന്റെ പ്രതികരണവും രണ്ട് ആളുകളും സ്വയം ന്യായീകരണം നടത്തുക എന്നുള്ളതാണ്. BJPയുടെ ഗവൺമെന്റ് വയനാടിന്റെ പാക്കേജിലേക്ക് പണം തന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ പണം ആവശ്യവുമുണ്ട്. കാരണം STRF-ൽ നിന്ന് തുകയെടുത്ത് ചെലവഴിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത്, അല്ലെങ്കിൽ കോടതിയോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു. നമ്മൾ STRF-ൽ നിന്ന് തുകയെടുത്ത് ചെലവഴിക്കുമ്പോൾ നമുക്കൊരു വീടിന് 1,25,000 മുതൽ 1,50,000 രൂപയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് പറ്റില്ല. ഇനി BJPയുടെ നിലപാട് അങ്ങനെയാണോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരായ ആളുകൾക്ക് STRF നോംസ് പ്രകാരമുള്ള തുക മാത്രം അനുവദിച്ചാൽ മതി എന്നാണോ കേരളത്തിലെ BJP ഘടകത്തിന്റെ തീരുമാനം? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം. പക്ഷെ അല്ലെങ്കിൽ മുണ്ടക്കൈ പാക്കേജ് നമ്മൾ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. STRF നോംസിനേക്കാൾ കൂടുതൽ തുകയും നഷ്ടപരിഹാരവും നമുക്ക് നൽകേണ്ടതുണ്ട് അവിടെ. അതിന് പാക്കേജ് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതിനകത്ത് PDNA റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നവംബർ 13-നാണ് PDNA റിപ്പോർട്ട് കൊടുത്തത്. അത് തർക്കമില്ല. അത് അങ്ങനത്തെയാണ് അമിത്ഷാ പറയുന്നത്. പക്ഷെ അതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് സർക്കാരാണ്. സർക്കാർ ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. അത് മന്ത്രി കെ രാജനും പറഞ്ഞു. ഇപ്പോൾ സമ്പത്തും ഇവിടെ പറഞ്ഞു ഓഗസ്റ്റ് 17-ന് കൊടുത്തിരുന്ന റിപ്പോർട്ടുണ്ട്. അതിൽ 1,200 കോടി അല്ലേ, 1,202 കോടി രൂപ ആവശ്യപ്പെട്ടതായിരുന്നു എന്ന്. ആദ്യത്തെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്, PDNA റിപ്പോർട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിൽ അടിയന്തര ധനസഹായം നമുക്ക് നൽകാം. STRF അല്ല പറയുന്നത്. STRF ഇവർ തന്നു. STRF-ൽ നിന്ന് മാത്രമേ ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ ഇനി അതിലെങ്ങനെയാണ് ഈ പുനരധിവാസം പൂർത്തിയാവുക എന്നുള്ളതാണ്. കാരണം വീടിന് എത്ര കൊടുക്കാം? അവിടെ റോഡിന് 75,000 രൂപ ഒരു കിലോമീറ്റർ നന്നാക്കാൻ കൊടുക്കാൻ STRF. അതിനും BJP പറയുന്ന ന്യായീകരണം ശങ്കുറ്റിദാസ് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ആ ദുരന്തത്തിന്റെ ലെവൽ അതിൽ കൂടുതലായിരിക്കണം. അങ്ങനെ ആ ലെവലിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. L2 ആയിട്ടുമില്ല. ദേശീയ ദുരന്തം അദ്ദേഹം L1, L2, L3 ക്ലാസിഫൈഡ് ചെയ്തു. ഇതിനകത്ത് L2, L1 എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു സംസ്ഥാനത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ദുരന്തമല്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാണ്. കാരണം അത് അത്രയും വലിയ റീഹാബിലിറ്റേഷൻ വേണം. അത്രയും കൂടുതൽ മരണം ഉണ്ടായിരിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഭൂമിയുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നു. ഇനി ഈ ദുരന്തത്തിന്റെ ഭാഗമായി വന്ന പാറകളും മണ്ണുകളും പോലും ഇതിന്റെ അളവുകോലായി നിൽക്കും. അപ്പൊ അത്രയും വലിയ ദുരന്തമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിതീവ്ര ദുരന്തം, ദേശീയ ദുരന്തമല്ല, അതിതീവ്ര ദുരന്തത്തിന്റെ ഗണത്തിൽപ്പെടുത്താനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ അതിനകത്ത് ഉൾപ്പെടുത്തിയാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലോൺ അടക്കമുള്ള എഴുതി തള്ളുന്നതിന് നമുക്കൊരു ഗുണം കിട്ടും. കാരണം അതിനകത്ത് വരികയും കേന്ദ്ര സർക്കാരിന്റെയും കൂടെയും സംസ്ഥാന സർക്കാരിന്റെയും പിന്തുണയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും നടക്കുന്നില്ല. ഈ STRF-ന്റെ തുക മാത്രം നിങ്ങൾ എടുത്ത് ചെലവഴിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മളോട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ഞങ്ങൾ പങ്കെടുത്ത മീറ്റിംഗിൽ പണം ഒരു തടസ്സമല്ല എന്ന് പറയുന്നത് അദ്ദേഹം? അല്ലെങ്കിൽ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് STRF പ്രകാരം തരാനുള്ള തുക തരും, അതിനകത്ത് നിങ്ങൾ ഈ ദുരന്തത്തെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ലല്ലോ ഇതുവരെ പറഞ്ഞത്. നിങ്ങൾ മെമ്മോറാണ്ടം തരൂ, കൊടുക്കുന്നു. നിങ്ങൾ PDNA റിപ്പോർട്ട് തരൂ, കൊടുക്കുന്നു. നിങ്ങൾ ആദ്യം രാജീവിന്റെ നേതൃത്വത്തിൽ വരുന്ന ആദ്യത്തെ സംഘത്തിന്റെ മുമ്പിൽ വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സഡനായി കണക്ക് അവതരിപ്പിക്കാൻ പറയുന്നു, നമ്മൾ അവതരിപ്പിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. ഇനി ഇവിടത്തെ എല്ലാ കണക്കും തെറ്റായിക്കോട്ടെ. ഈ രാജീവ് എന്ന് പറയുന്ന കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വന്ന സമിതിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന സമിതി കണ്ടതും PDNA റിപ്പോർട്ട് ഉണ്ടാക്കാൻ വന്ന ആളുകൾ കണ്ടതുമായ ഒരു കാഴ്ചയുണ്ടല്ലോ വയനാട്ടിൽ. അതിന്റെ ബലത്തിലെങ്കിലും ഒരു ധനസഹായം ഈ പാക്കേജിന്റെ ഭാഗമായി തന്നൂടെ? അതിനുശേഷം PDNA റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം ആവശ്യം എത്ര തുകയാണ് നമുക്ക് തന്നത് അതിന് ബാക്കി തന്നാൽ മതി, ഇല്ലെങ്കിൽ തരണ്ട. അത് ചെയ്തില്ലല്ലോ. അത് മറ്റു സംസ്ഥാനങ്ങൾക്ക് ചെയ്തല്ലോ. എല്ലാവർക്കും STRF മാത്രമല്ല, ഇപ്പൊ പാക്കേജും കൂടെയുണ്ട്. ഇനി സമ്പത്ത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ വൈകാരികമായി ഈ വിഷയത്തെ കൊണ്ടുപോകുന്നു. ഞാൻ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിലപാടിൽ ഉറപ്പാണ്, ഈ പാക്കേജ് വേണമെന്നുള്ളത്. പക്ഷെ കേരളം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സാർ. ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, CMDRF-ൽ നിന്ന് എത്ര തുകയാണ് ചെലവഴിച്ചത് എന്നും എങ്ങനെയാണ് അത് തുക ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും കോടതിയെ ബോധ്യപ്പെടുത്താലോ. STRF-ൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ചെലവഴിക്കാനെന്നും ബാക്കി തുക നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ പറഞ്ഞത് 1000 സ്ക്വയർ ഫീറ്റ് വീട് 15 ലക്ഷം രൂപ ചെലവ്. STRF നോംസ് പ്രകാരം 1,50,000 രൂപ വീടിന് കൊടുക്കാം. ബാക്കി 13.5 ലക്ഷം രൂപ വീടിന് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? അതിനകത്ത് CMDRF ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പാക്കേജിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്പോൺസർമാരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇത് ഡീറ്റെയിൽ ആയി ഇന്നലെ പറഞ്ഞ കോടതിയിൽ ഇന്ന് കൊണ്ടുപോയി പറയാതെ അവിടെ പോയി നിന്ന ഫിനാൻസ് ഓഫീസർ കോടതിയുടെ ചുമരും കോടതിയുടെ ഫാനും നോക്കി നിൽക്കേണ്ട ആവശ്യം വന്നില്ലേ? കാരണം എത്രയുണ്ട് അക്കൗണ്ടിൽ പണം എന്ന് നോക്കുമ്പോൾ പുറകോട്ട് നോക്കേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് വന്നത്? അത് കൃത്യമായി പ്രിപ്പയർ ചെയ്യാതെ കോടതിയിൽ പോയി ഇത് മുഴുവൻ ചീത്തയും കേൾക്കേണ്ടി വന്നത് കൊണ്ടല്ലേ.
അത് ഗൗരവത്തിലെടുക്കാത്തതിന്റെ ശരിയാണ്, അത് ഉദ്ദേശം ഗൗരവത്തോടെ തന്നെയാണ്. കാണേണ്ടതാണ്. അതിന് 12-ാം തീയതി അദ്ദേഹം മറുപടി ഒരു പറഞ്ഞോളും എന്ന് second, പറയുന്നതിൽ അർത്ഥമില്ല. ഒരു ഇന്ന് second, മന്ത്രി കെ രാജനും അങ്ങനെയാണ് പറഞ്ഞത്, ശ്രീ സമ്പത്തും അതാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ ശങ്കുജിദാസ്, ഇപ്പോൾ പാക്കേജ് ഇപ്പോൾ അനുവദിക്കേണ്ട, പക്ഷേ അധിക സഹായം നൽകാമല്ലോ, എന്നിട്ട് റിപ്പോർട്ട് പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുത്ത് കിഴിച്ചു തന്നാൽ മതി. അതുപോലും കേന്ദ്രം പരിഗണിക്കുന്നില്ല, മറ്റുള്ളവർ കൊടുത്തിട്ടുള്ളതാണ് എന്നാണ് ഉദാഹരണ സഹിതം പറയുന്നത്. നോക്കൂ, ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ SDRF നിന്ന് നിങ്ങൾ പ്രൈമറി ആയിട്ടുള്ള റിലീഫ് ആക്ടിവിറ്റി നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജ് അനുവദിക്കില്ല എന്നല്ല അർത്ഥം. അതായത് കേരളം ആവശ്യപ്പെട്ട 2200 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിംഗ്സിലാവട്ടെ, ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അയച്ചിട്ടുള്ള കത്തിലാവട്ടെ, പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളിലാവട്ടെ, ഈ പറയുന്ന അടിയന്തര ധനസഹായത്തിന് പുറമെയുള്ള പാക്കേജ് അനുവദിക്കില്ലെന്നൊരു നിലപാടേ ഇല്ല. പക്ഷെ എന്താണ് റിലീഫ് ആക്ടിവിറ്റി ചെയ്യേണ്ടത് SDRF നിന്നാണ്. ഈ പറയുന്ന പാക്കേജ് എന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റീകൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? പ്രോജക്ട് സമർപ്പിക്കണം. എന്ത് പ്രോജക്റ്റാണ് അവിടെ വേണ്ടത്? ടൗൺഷിപ്പിന്റെ റീകൺസ്ട്രക്ഷൻ ഉള്ളത്, ഇറിഗേഷന്റെ പ്രോജക്ട്, അതല്ലെങ്കിൽ എന്താ പറയാ ശുദ്ധജല വിതരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രോജക്ട്, സ്കൂളുകളും കെട്ടിടങ്ങളും ഉണ്ടാക്കാനുള്ള പ്രോജക്ട്. ഇപ്പൊ ബീഹാറിന് നമ്മൾ ഫണ്ട് അനുവദിച്ചു. ബീഹാർ എങ്ങനെയാണ് ഫണ്ട് അനുവദിച്ചത്? ബീഹാറിന് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള പ്രോജക്ടുകൾ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആദ്യഘട്ടത്തിലെ ആക്ടിവിറ്റി എന്താണ്? ആദ്യഘട്ടത്തിലെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിലീഫാണ്. ഷംസാദ് അതിനെ എതിർക്കുകയാണ്. ഷംസാദ് എന്താണ് അതിനകത്ത് എതിർപ്പുള്ളത്? ബീഹാറിൽ ആദ്യഘട്ടം അനുവദിച്ച അടിയന്തരമാണ്. അവർ പാക്കേജ് പിന്നീടാണ്. അവർ ഡീറ്റെയിൽഡ് പ്രൊജക്ട് കൊടുത്തിട്ടില്ല. ശങ്കുട്ടിദാസ്, ഡീറ്റെയിൽഡ് പ്രൊജക്ട് അവർ കൊടുത്തിട്ടില്ല. ഡീറ്റെയിൽഡ് പ്രൊജക്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബീഹാറിന് കൊടുത്തിട്ടുള്ള എന്താണ് ഈ ഫണ്ട് എന്ന് പറയുന്നത് ഇറിഗേഷൻ പ്രോജക്ടിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. ആ ഇറിഗേഷൻ പ്രോജക്ടിന്റെ പേരും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഓർമ്മയില്ല. ഞാൻ വേണമെങ്കിൽ അങ്ങനെ പരിശോധിച്ചിട്ട് എനിക്ക് പറഞ്ഞത് ഒരു ഇറിഗേഷൻ പ്രോജക്ടിന്റെ പേരിലാണ് ആ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് BJPയുടെ സർക്കാരല്ല, അതിന് മുൻപേ ഉണ്ടായിരുന്ന UPയുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം 12 പ്രകൃതി ദുരന്തങ്ങളുടെ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിലുള്ള റിലീഫ് ആക്ടിവിറ്റി ചെയ്യേണ്ടത് SDRF നിന്ന് തന്നെയാണ്. SDRF അതിനുതകുന്നില്ലെന്ന് വന്നാൽ NDRF നിന്ന് പ്രത്യേക ഫണ്ട് അനുവദിക്കാം. NDRF ഫണ്ട് കൊണ്ടും അത് നടത്താൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കാം. പക്ഷെ ഇതിനെല്ലാം സംസ്ഥാനം ചെയ്യേണ്ട പേപ്പർ വർക്കുകൾ ഉണ്ട്. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗത്തിലൂടെയുള്ള പേപ്പർ വർക്കുകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ, അതല്ലാണ്ട് കടലാസില്ലാണ്ട് ബ്ലാങ്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കില്ല. ഇവിടെ ഇപ്പോ രാഷ്ട്രീയ വിവേചനത്തിന്റെയും വിരോധത്തിന്റെയും കാര്യം പറഞ്ഞു. തമിഴ്നാട് ഭരിക്കുന്നത് BJPയുടെ സർക്കാർ അല്ലല്ലോ. BJPയോട് ഇവിടെയുള്ള രണ്ട് മുന്നണികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിരോധം വെച്ച് പുലർത്തുന്ന DMKയുടെ സർക്കാരാണ് തമിഴ്നാട് ഭരിക്കുന്നത്. INDA അലയൻസിലുള്ള പാർട്ടിയാണ്. അവർക്ക് 944 കോടി രൂപ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം കാണിക്കാതിരുന്നിട്ടുള്ളത്? അപ്പൊ ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിലല്ല. ഇപ്പൊ പ്രധാനമന്ത്രി ഞാൻ പറഞ്ഞതുപോലെ 3,28,50,000 രൂപ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷവും പരിക്കേറ്റവരുടെ കുടുംബത്തിന് 50,000 എന്നുള്ള കണക്കിൽ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ശ്രീമതി മേരി ജോർജ് ഒറ്റ കാര്യം, ശംഖു പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ബ്ലാങ്ക് ചെക്കിൽ പണം എഴുതി കൊടുക്കുവാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുകയില്ല എന്നുള്ള പരാമർശം. അത് BJP എടുക്കുന്ന പ്രധാനപ്പെട്ട പ്രതിരോധമാണ്. അതായത് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് പ്രോജക്റ്റുകൾ നൽകുന്നില്ല എന്നതാണ്. വാസ്തവമാണോ അത്? ഒരു കാര്യം കൂടി, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 70 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം പിന്നെ മഞ്ജുഷേ, ഹലോ മഞ്ജുഷ്, അതായത് നമുക്ക് പാഡി റെസീറ്റ് ഷീറ്റ്, അതായത് സംഭരിക്കുന്ന നെല്ലിൻ്റെ വില പാഡി റെസീറ്റ് ഷീറ്റായിട്ട് മേടിക്കുന്നു. ആ മേടിക്കുന്നതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് പണം എപ്പോഴാണ് തരിക? അതിൻ്റെ കൃത്യമായ കണക്കുകൾ പണമായി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കൃത്യമായ കണക്കുകൾ സംസ്ഥാന ഗവൺമെൻറ് അയക്കണം. CAG കൂടി അത് ഉറപ്പാക്കണം. അങ്ങനെ ആകുമ്പോഴാണ് കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം ഓർത്തു നോക്കുക. ഒരു മാസം മുൻപാന്ന് തോന്നുന്നു, നമ്മൾ ഓർമ്മയുണ്ടോ, ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ബിരിയാണി മേള നടത്തിയത് ആലപ്പുഴ ഒരു രാഷ്ട്രീയ നേതാവ്. അത് ബിരിയാണി സദ്യ നടത്തി 1.25 ലക്ഷം കളക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ വേറെയും അദ്ദേഹം പിരിച്ച ഫണ്ട് കൊണ്ട് അദ്ദേഹം മുങ്ങി. പാർട്ടി CPM അയാൾക്കെതിരെ എന്തെടുത്തു? ഇതുപോലെ ഈ ദുരിതാശ്വാസത്തിലേക്ക് വരുന്ന ഫണ്ട് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെങ്കിൽ പോലും കൈയിട്ട് വാരില്ല എന്നുള്ളതിന് കേന്ദ്ര ഗവൺമെൻറ്റിനോ ഇവിടുത്തെ ജനങ്ങൾക്കോ വിശ്വാസമില്ല, ഉറപ്പില്ല. ആ കാര്യം കൊണ്ട് തന്നെ കൃത്യമായ കണക്കുകളും കൃത്യമായ ആവശ്യങ്ങളും നിരത്തുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അങ്ങനെ ആവശ്യപ്പെടുക. കാരണം
ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് ജനങ്ങളുടെ നികുതി പണമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ല. കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും എടുത്ത് ചെലവഴിക്കുന്നത് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. കണക്ക് കൃത്യമായിട്ട് വേണം. ഒറ്റ വിമർശനത്തിന് നേരിട്ടുള്ള മറുപടി കാരണം അത് പറഞ്ഞില്ലെങ്കിൽ അത് സമ്പത്തിന് പിന്നീട് അത് സമ്പത്തിന് എന്നോടൊരു മുഷിപ്പ് തോന്നും. ശരിയാ? എനിക്ക് മുഷിപ്പൊന്നും തോന്നില്ല. ടീച്ചർ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായി സർവീസ് പെൻഷൻ കയ്യിൽ കിട്ടുന്നുണ്ടല്ലോ. ആരും കൈയിട്ട് വാരുന്നൊന്നുമില്ലല്ലോ. ടീച്ചറെ, ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതവുമായി ബന്ധപ്പെട്ടുള്ളതിൽ 1300 വീടുകളാണ് പൂർണ്ണമായി നിലംപതിച്ചത്. 104 വീടുകളാണ് വാസയോഗ്യം ഒരിക്കലുമല്ലാത്ത നിലയിലേക്ക് മാറിയത്. 603 വീടുകൾക്കാണ് ഈ സാരമായ കേടുപാട്, ടീച്ചറെ എന്നെയും പോലുള്ളവർക്ക് താമസിക്കാൻ പറ്റാത്ത നിലയിലേക്കായത്. ഇവിടെ 251 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 47 പേരെയാണ് എന്നേക്കുമായി കാണാതായത്. 368 പേർക്കാണ് അതിഗുരുതരമായി പരിക്കുകളുണ്ടായത്. 638 കുട്ടികൾ പഠിക്കുന്ന ടീച്ചർ കണക്ക് പറയുമ്പോ തെലുങ്കാനയ്ക്ക് പണം കൊടുത്തത് നേരത്തെ റിപ്പോർട്ട് കൊടുത്തിട്ടല്ല, ആന്ധ്രയ്ക്ക് പണം കൊടുത്തത് നേരത്തെ റിപ്പോർട്ട് കൊടുത്തിട്ടല്ല, തമിഴ്നാടിന് ഇപ്പൊ SDRF-ൽ നിന്ന് എടുത്തോളാനായിട്ട് ഈ പറഞ്ഞത് അത് ഈ പറയുന്നത് നേരത്തെ റിപ്പോർട്ട് കൊടുത്തിട്ടല്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ ടീച്ചറോട് ഒരു കാര്യത്തിൽ യോജിക്കുകയാണ്. L3 ദുരന്തമായി ഇത് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടെ പുനരധിവാസത്തിനും മറ്റു വിധത്തിലുള്ള സൗകര്യങ്ങൾക്കുമായി അത്തരത്തിൽ വിവിധ കമ്പനികളുടെ, വിവിധ ബഹുരാഷ്ട്ര കമ്പനികളുടെ, വിവിധ വ്യക്തികളുടെ, ഏജൻസികളുടെ ഉൾപ്പെടെ പാർലമെന്റ് അംഗങ്ങളുടെ MP ലാഡ്സ് അടക്കം അത്തരത്തിൽ ഇവിടെ ലഭ്യമാകും. ഇവിടെ ഇവരുടെ പുനരധിവാസം അവരെ മുന്നോട്ട് കൊണ്ടുപോകലാണ് നമ്മുടേതായിട്ടുള്ള പക്ഷേ ഉള്ളത് സംസ്ഥാന ദുരന്ത അല്ല L3 ആയി പരിഗണിക്കുക. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ശരിയാണ്, അതിലൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് അഭ്യർത്ഥിക്കുന്നത്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വയനാടിനുള്ള കേന്ദ്ര സഹായം റിപ്പോർട്ട് കേരളം വൈകിപ്പിച്ചു എന്ന് 86% പ്രേക്ഷകർ, ഇല്ല എന്ന് 11%. 2 മിനിറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.